മക്കളെ, വെൽക്കം ബാക്ക് ടു സൈൽ ലേണിംഗ്. ഇറ്റ്സ് മീ അനസുദ്ദീൻ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, നമുക്ക് നമ്മുടെ ഈ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനകത്താണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് പ്രോഗ്രാംസുകൾ കണ്ടല്ലേ. കാരണം നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ C++ പ്രോഗ്രാംസ് മാത്രമേ പഠിച്ചുള്ളൂ. അപ്പം കഴിഞ്ഞ കൊല്ലത്തെ ചാപ്റ്റർ വീണ്ടും നമ്മൾ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് വീണ്ടും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് പ്രോഗ്രാംസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. C++ന്റെ കേസിൽ വരുന്നെങ്കിൽ ഫസ്റ്റ് പറയുന്ന ഒരു പ്രോഗ്രാമാണ് എലിജിബിൾ ഫോർ വോട്ട് ഓർ നോട്ടിന്റെ C++ പ്രോഗ്രാം ചോദിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അതേ ടൈമിൽ തന്നെ നമ്മളെ ഗിവൺ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്, എന്താണ് പ്രൈം നമ്പർ ആണോ അല്ലയോ കണ്ടുപിടിക്കാൻ ഒരു പ്രോഗ്രാം ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഡേയ്സ് ഓഫ് എ വീക്ക്, ഇപ്പം ഒന്ന് ഇൻപുട്ട് കൊടുക്കുമ്പോൾ സൺഡേ, 2 എടുക്കുമ്പോൾ മൺഡേ, അങ്ങനെ സാറ്റർഡേ വരെ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ചോദിക്കുന്നതാണ്. പിന്നെ HTML കേസിൽ വരികയാണെങ്കിൽ പിന്നെ അറേസിന്റെ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. അറേസിന്റെ പ്രോഗ്രാംസും അവിടെ പറയുന്നുണ്ട് കേട്ടോ. അറേസിന്റെ പ്രോഗ്രാംസുകളാണ് പറയുന്നത്. പിന്നെ ഫംഗ്ഷന്റെ കോഡ് സെഗ്മെന്റ്സുകൾ. പിന്നെ പറയുന്നതാണ് നമ്മൾ HTML ലിസ്റ്റിന്റെ പ്രോഗ്രാം, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, നെക്സ്റ്റ് നമ്മളെ ഈ പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കുറെ ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം, ജാവാസ്ക്രിപ്റ്റ് കോഡ് ടു ഫൈൻഡ് സം ഓഫ് 2 നമ്പേഴ്സ് യൂസിങ് ഫംഗ്ഷൻ. ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ജാവാസ്ക്രിപ്റ്റ് പണ്ടങ്ങ് ചോദിക്കാറില്ല, പക്ഷെ ഇപ്പോഴത്തെ എക്സാംസിനെല്ലാം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ SQL ക്വറീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റേഴ്സിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയും കേട്ടോ. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.